നാരായണ ദേവി നാരായണ പ്രിയപ്പെട്ടവരെ, അതിപുരാതനവും ചരിത്രപ്രസിദ്ധമായ ചേന്നമംഗലം അങ്കാളിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, അമ്പലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അമ്പലത്തിൻ്റെ ക്ഷേത്ര പ്രസിഡന്റായ കിട്ടുമോൻ അവിടെ നിങ്ങളോട് വിവരിക്കുന്നതായിരിക്കും. ഏതായാലും നമ്മളുടെ കേരളത്തിൽ തന്നെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണം പുലപ്പിലാക്കിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ക്ഷേത്രമായിരുന്നു. പണ്ട് കാലത്തിൽ ഓടിട്ട് കെട്ടിടമായിരുന്നു. പക്ഷെ അത് നമ്മളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ട്രസ്റ്റാക്കി അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നന്നാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രസ്റ്റ് രൂപം കൊടുത്ത് ഒരു പ്രശ്നങ്ങൾ വെച്ച് പരിഹാരം കണ്ടു. പിന്നെ ക്ഷേത്രം പണിയാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ ഇതേവരെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യം നടന്നിട്ടുള്ളത്. നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണങ്ങളും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും മകരച്ചൊവ്വയാണ് പ്രധാനപ്പെട്ട ഒരു ദിവസം. എല്ലാ മകരച്ചൊവ്വയ്ക്ക് നമ്മൾ ഉത്സവം നടത്താറുണ്ട് 3 ദിവസങ്ങളിലായിട്ട്. പിന്നെ പ്രതിഷ്ഠാവാർഷികം എല്ലാ വർഷവും കർക്കിടകത്തിലാണ്, മിഥുനം രാശിയിലാണ് നടത്തുന്നത്. അത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 2 ഉത്തരനക്ഷത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാ വിഭാഗം ആളുകളുടെ നല്ല സഹകരണമുണ്ട് ഇതിനകത്ത്. പിന്നെ എൻ്റെ മേലുകാവ് ഘടനാനന്ദ പാദതീർത്ഥയാണ് ഇതിൻ്റെ തന്ത്രികൾ. ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നത് മനു തെക്കുംപുറമാണ്. ആ രീതിയിലാണ് നല്ല രീതിയിൽ തന്നെ എല്ലാ ജനവിഭാഗങ്ങളിലെയും സഹകരണം കൊണ്ടാണ് ക്ഷേത്രം ഈ രീതിയിലേക്ക് വളർന്നതും ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ളതും ഇപ്പോൾ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നത്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് അങ്കാളിയമ്മൻ ദേവി. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കൂടുതൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടാണ് നമ്മൾ ദേവിനെ കാണാൻ വരുന്നതും. അവരാണ് കൂടുതൽ ദേവിക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം വിൽക്കാത്ത ആൾക്ക് സ്ഥലം വിറ്റ് നൽകുകയും, അത് മക്കളില്ലാത്തവർക്ക് മക്കൾ ദേവി നൽകുകയും, പിന്നെ അതുകൂടാതെ തന്നെ കല്യാണം നടക്കാത്ത ആൾക്ക് കല്യാണം നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കും എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി. ഇവിടെ വളരെ നാനാദിക്കിൽ നിന്നും, മാവേലിക്കര, കൊല്ലം, പാലക്കാട് എന്ന് വേണ്ട സകലമാന ദിക്കുകളിൽ നിന്നും ഈ ദേവിയെ കാണാൻ വേണ്ടിയിട്ട് ആൾപ്രോഗ്രാം വരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ എല്ലാ പൗർണമി ദിവസങ്ങളിലും നമ്മളിവിടെ അന്നദാനത്തോടുകൂടിയ സർവൈശ്വര്യ പൂജ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യസിദ്ധിയും കാര്യങ്ങളെല്ലാം കിട്ടും. ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഗുണം തന്നെയേ ഉള്ളൂ. അത്രയും പുരാതനമായ ദേവിക്ക് ചൈതന്യം കിട്ടി ഇപ്പോൾ നമ്മൾ കൊടുത്ത് നല്ല രീതിയിലാണ് ദേവിയുടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദേവിനെ വന്ന് കാണുക, ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രപൂരാണെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പൂജ ഉണ്ടായിരുന്നുള്ളൂ, ചൊവ്വാഴ്ച ദിവസം മാത്രം. പിന്നെ അതിന് ശേഷം പൗർണമി, ആയില്യം അങ്ങനെയുള്ള ദിവസങ്ങളിലായി. ഇപ്പോൾ 2 വർഷമായിട്ട് നിത്യപൂജയോടുകൂടി എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നു. മാതൃസമിതി, ക്ഷേത്ര കമ്മിറ്റിയും മറ്റുള്ള ജനങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടി ഇത്ര വരെ എത്തിയിട്ടുണ്ട്. പ്രധാന വഴിപാട് മകരച്ചൊവ്വയ്ക്ക് പ്രധാന വഴിപാട് കനലാട്ടം, കരകം നിറച്ച് കനൽ പ്രവേശം, അത് കഴിഞ്ഞിട്ട് അഗ്നിപ്രവേശം. 41 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ഞങ്ങളെ ഇവിടെ തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ, ഞങ്ങളുടെ അംഗങ്ങളിൽ തന്നെ ഉള്ള ഒരു 9 പേര് ഈ 40 ദിവസം നോയമ്പെടുത്തിട്ടാണ് ഇത് ചെയ്യണത്. പുറമേ നിന്നും ആൾക്കാർ ഓരോ കൊല്ലം വരുന്ന ആൾക്കാർ വർദ്ധിച്ചു വരികയാണ് നോയമ്പ് എടുക്കാനും കരമെടുക്കാനായിട്ട്. ഇപ്പം 3 വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ്. മുന്നേ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞങ്ങൾ കമ്മിറ്റിക്കാർ തന്നെയാണ് ചെയ്യണത്. നമ്മളുടെ കോട്ടയ്ക്കോലകം അങ്കാളിയമ്മൻ ക്ഷേത്രം എന്ന് പറയുമ്പോൾ വളരെ പുരാതനമായിട്ടുള്ള രീതിയിൽ പാലിതച്ചൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ഒരു സമയത്ത് പാലിതച്ചൻ കൊണ്ടുവന്ന തമിഴ് വംശരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിനോടനുബന്ധമായിട്ട് അവർക്കൊരു ക്ഷേത്രം ആരാധനാ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരണമെന്നും അങ്ങനെ ആചരിക്കാനായിട്ട് അവരുടെ കുലദേവതയെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും കുലദേവത ആചാരമായിട്ട് പാലിതച്ചൻ കൊടുത്ത സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഭദ്രകാളി ദേവിയായിട്ടുള്ള മാരിയമ്മൻ സങ്കല്പത്തിലാണ് ഇവിടെ ആചരിച്ചു പോരുന്ന ദേവതാ സങ്കല്പം.
അതിൽ ഭദ്രകാളി പ്രാധാന്യമായിട്ടുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. വിശിഷ്ടമായിട്ട് ഇവിടെ മകരച്ചൊവ്വയ്ക്ക് ദേവിക്ക് പൊങ്കാലയും അതേപോലെ തന്നെ മഞ്ഞൾ ഗുരുതിയും ഇവിടെ നടത്താറുണ്ട്. കരകാട്ടം അതിൽ വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കും അതേപോലെ തന്നെ അതിനോട് അനുബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും രോഗാദി ദുരിതങ്ങൾക്കും അതേപോലെ തന്നെ ഭൂമിപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ബാധിച്ചു നിൽപ്പുണ്ടെങ്കിലോ മംഗല്യപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ബാധിച്ചു നിൽപ്പുണ്ടെങ്കിലോ ഈ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നടത്തുന്ന കരകത്തോടനുബന്ധമായിട്ട് നടത്തുന്ന മഞ്ഞൾ കുളിയിൽ പങ്കെടുത്താലും ആ പങ്കെടുക്കുന്ന കർമ്മത്തിൽ പ്രാർത്ഥനയോടുകൂടി ദേവിയെ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ ഫലമുണ്ടാവുകയും അതിൽ അനുഭവസ്ഥരായിട്ടുള്ള പല ആൾക്കാരും അതിവിടെ വന്ന് പറയുകയും അതിനോടനുബന്ധമായിട്ട് ഈ ക്ഷേത്രത്തിലെ പല നിർമ്മാണ സമയങ്ങളിലും അവരുടേതായ സഹായങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വ പൗർണമി ദിവസങ്ങളിൽ നമുക്ക് വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ മുട്ടറയ്ക്കൽ വഴിപാടുകളുണ്ട്. മുട്ടറയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ദോഷപരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ഇവിടെ തന്നെ ചെയ്യിച്ച് വിധിയാമണ്ണം കർമ്മങ്ങൾ ചെയ്ത് ആ പരിഹാരങ്ങൾ ചെയ്യുന്നവർക്കും അതിൻ്റേതായ ഫലവും അതിൻ്റേതായ പ്രാധാന്യമായിട്ടുള്ള നേർച്ചയെന്നോണം ദേവിക്ക് പൂമുടൽ വഴിപാട് മകരച്ചൊവ്വ ദിവസത്തിലും അതേപോലെ തന്നെ ദേവിക്ക് നടത്തുന്ന മിഥുനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിലുള്ള ദേവിയുടെ പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധമായിട്ടും നമ്മൾക്കിവിടെ പൂമൂടൽ നടത്തുന്നുണ്ട്. അതും ഓരോ വ്യക്തികളും ഓരോ വഴിപാടുകളായിട്ട് നേർന്ന് ദേവിക്ക് പ്രത്യേകം സമർപ്പിക്കുന്നതാണ്.